2 വർഷത്തെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ റെക്കോർഡ് ബുക്ക്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്. അതും ഫാഷൻ ഡിസൈൻ 2 ഇയർ ഡിപ്ലോമ കോഴ്സ്. ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ശരിക്കും 2 വർഷമൊന്നും പോരാ കേട്ടോ. ഒരു 3 കൊല്ലമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും. എങ്ങനെ പോയാലും സമയം കിട്ടില്ല. ഇന്ന് ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതൊരാഴ്ച നമ്മൾ പിടിച്ചിട്ടാവും ചെയ്ത് കൊടുക്കുക. പക്ഷേ നമുക്കതിനുള്ള ടൈമില്ല. കാരണം പറഞ്ഞ സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ മാർക്ക് കട്ടാക്കി കളയും. നമ്മുടെ മിക്സൊക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ഞങ്ങളെല്ലാവരും കൂടെ നല്ല ജോലി അടിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2 വർഷം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനൊക്കെ ഈ കോളേജിൽ ചേരുന്നതിന് മുന്നേ വിചാരിച്ചു, എന്താപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലേ പഠിക്കണേ, അധികം പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അതും ഈ ഫാഷൻ ഡിസൈനിങ് അല്ലേ, കുറച്ച് സ്റ്റിച്ചിങ്, കുറച്ച് എംബ്രോയിഡറി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ റെക്കോർഡ് ബുക്ക്, എല്ലാ സബ്ജക്റ്റിനും റെക്കോർഡ് ബുക്ക്, അതും ഇംഗ്ലീഷും എല്ലാതും, ഇൻ്റർവ്യൂവും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാനുണ്ടായി. ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് തീരെ സമയമില്ല. എങ്ങനെ നോക്കിയാലും സമയം തികയില്ല. രാത്രിയും രാവിലെയും പിന്നെ ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വർക്ക് എന്ന് മാത്രമായി. പിന്നെ മാത്രമല്ല നമുക്ക് വീട്ടിലും കൂടി ഇത്തിരി സമയം കിട്ടാതെയായി. അങ്ങനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വർക്ക് ചെയ്തെടുത്ത ഒരു റെക്കോർഡാണ് ഇത്. ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിലും നമുക്ക് എന്തോരം സമയം ഇതിന് വേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയുമോ? മാത്രമല്ല കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വർക്കും കിട്ടാൻ തുടങ്ങി. അതും കൂടി ആയപ്പോൾ നമുക്ക് സന്തോഷമായി. പിന്നെ നമ്മുടെ മിസ്സുമാർ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയും അവരോരോ ടിപ്പുകൾ പറഞ്ഞു തരുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ഞങ്ങളെയൊക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ. 2 ഇയർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ജോലിയും കിട്ടി. അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. മാത്രമല്ല നമുക്കിതിൽ എംബ്രോയ്ഡറി വർക്ക്, അതേപോലെ തന്നെ റിബൺ വർക്ക്, ഇതൊക്കെ റിബൺ വർക്കാണ്. റിബൺ വർക്കിൻ്റെ കൂടെ ഞാൻ പെയിൻറ്റിങ്സും കൂടെ ചെറുതായിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം റിബൺ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് പണി തോന്നി. ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് സൂചി ചെയ്തെടുത്തിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എൻ്റെ ക്ലോത്ത് കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തെടുത്തത്. പിന്നെ ട്രഡീഷണലായിട്ട് വർക്കുണ്ട്. ട്രഡീഷണലായിട്ടുള്ള നമ്മൾ ആരി വർക്ക്, കട്ട് വർക്ക്, അങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് ഈ കോഴ്സിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വർക്ക് കണ്ടില്ലേ, ഇതെനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് കേട്ടോ. കാരണം ഈ വർക്ക് എങ്ങനെ നോക്കിയാട്ടും എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഇങ്ങനൊരു പിക്ചർ വരച്ചിട്ട് അതിൽ